നിങ്ങളിൽ ആർക്കാണോ കുഞ്ഞ് ആദ്യം ജനിക്കുന്നത് ആ കുഞ്ഞിന് വിൽപ്പത്ര പ്രകാരം 50% സ്വത്ത് ലഭിക്കും. അതിനുശേഷം രണ്ടാമത് കുട്ടികൾ ഉണ്ടാവുന്നവർക്ക് സ്വത്തിന്റെ 30% ലഭിക്കും. പിന്നീട് കുട്ടികൾ ഉണ്ടാവുന്നവർക്ക് 20% സ്വത്തുക്കൾ ഭാഗിക്കണം. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഈ സ്വത്തുക്കൾ മുഴുവൻ വിശാലിന് തന്നെ കിട്ടാനാണ് സാധ്യത. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, വിശാലും പാർവതിയും ഇണയറയന്നങ്ങളെ പോലെ കഴിയല്ലേ? ആ സ്ഥിതിക്ക് ഒറ്റ പ്രസവത്തില് പാർവതിക്ക് ചിലപ്പോ 3 കുഞ്ഞുങ്ങൾ വരെ ജനിച്ചു എന്ന് വരും. ആന്റി, ഇതൊക്കെയാണോ ഇപ്പൊ സംസാരിക്കേണ്ടത്? സർ, അച്ഛാ, അച്ഛനും കൂടി കേൾക്കാൻ വേണ്ടി പറയുവോ? വിനയ്ക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് കൊടുക്കാം. അതെ, നീ എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്ന ഒരു പട്ടിക്കാട്ട് പെണ്ണാണ്. പഠിപ്പ് വിവരം ഇല്ലാത്തവള്. അങ്ങനെയുള്ള നീ തരുന്ന ദാനൊന്നും സ്വീകരിക്കേണ്ട ഗതികേട് എനിക്കില്ല. കുറച്ച് നേരമായിട്ട് നീ പറയുന്നൊക്കെ കേട്ട് വീണ്ടാ ഞാൻ ഇവിടെ ഇരിക്കായിരുന്നു. പറഞ്ഞു അതിരുവിട്ട വർത്തമാനം നീ പറയുന്നോ? ആരെയാടാ നീ അപമാനിക്കുന്നത്? പാർവതിയെ പുച്ഛിക്കാൻ നിനക്ക് എന്താ അവകാശമുള്ളത്? വിനയ്, വേണ്ട വിനയ്. ഇവളിവിടെ അഗതിയായി കഴിയുന്നൊന്നുമല്ല. ഞാൻ താലി കെട്ടിയ എന്റെ ഭാര്യ ഇത്. ഇനി നീ ഇവളെ കുറിച്ച് എന്തെങ്കിലും മോശം പറഞ്ഞാൽ ആടിച്ചതിനെ ചെകിട് പൊളിക്കും. പ്ലീസ്. വിനയ് ഒന്നും ചെയ്യരുത്. വിനയ് പറഞ്ഞ അവിവേകത്തിന് ഞാൻ മാപ്പ് ചോദിക്കൂ. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ഇവിടെ ആരും ആർക്കും ഇഷ്ടദാനവും തരണ്ട. വിൽപത്ര പ്രകാരം സ്വത്ത് ഭാഗം വെച്ചാൽ മാത്രം മതി. കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ. ആദ്യം ആരാണ് കുട്ടിയെ ജനിപ്പിച്ച് ഈ സ്വത്തുക്കളൊക്കെ നേടാൻ പോകുന്നെന്ന് നമുക്ക് നോക്കാം. അതിന് ഇനി ഒരു മത്സരം ഉണ്ടായാലും സാരമില്ല. ഈ വീട്ടിൽ പിറക്കാൻ പോകുന്ന ആദ്യത്തെ കുഞ്ഞ് എന്റെ തന്നെ ആയിരിക്കും. ബാക്കിയുള്ളവർക്ക് ഇത് വേണമെങ്കിൽ ഒരു വെല്ലുവിളിയായി സ്വീകരിക്കാം. പറയൂ. സർ,
ഉദയന്നൂരമ്മ, ഇവിടെ നടക്കുന്നതെല്ലാം അമ്മ കാണുന്നില്ലേ? സ്വത്തിനു വേണ്ടി തർക്കം നടക്കുക. അത് വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് കലാശിക്കൂ എന്ന എനിക്കൊരു പേടി. അമ്മേ, സ്വത്തിനു വേണ്ടി ജ്യേഷ്ഠ അനുജന്മാർ തമ്മിൽ ഒരിക്കലും വഴക്കുണ്ടാവരുത്. അവരുടെ മനസ്സ് മാറ്റി അവരെ നല്ല രീതിയിൽ പരസ്പരം ഐക്യത്തോടെ ജീവിക്കാൻ അനുവദിക്കണേ. ഈ കുടുംബത്തിൽ എന്നും സമാധാനം ഉണ്ടാവണേ. പാർവതി, ആ ദൈവമേ, ഇവിടെ നടക്കുന്നതെല്ലാം അറിഞ്ഞിട്ടാ ഞാൻ വന്നത്. സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി പ്രഭാവതി അമ്മ അതിരുവിട്ട കളികളാണ് കളിക്കുന്നത്. അതിന് കാരണമുണ്ട്. എന്റെ സ്വത്തുക്കൾ എങ്ങനെയാ ഭാഗം വെക്കേണ്ടതെന്ന് എന്റെ അച്ഛൻ വിൽപത്രത്തിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രഭാവതിക്കും അറിയാം. അത് മനസ്സിലാക്കിയിട്ടാ പ്രഭാവതി ഈ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത്. വിശാലിന് ഈ സ്വത്തുക്കൾ ഇല്ലാതാക്കണം. അതിനുവേണ്ടി അവൾ എന്ത് മാർഗവും പ്രയോഗിക്കും. പാർവതി അത് വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കണം. ഞാനത് ശ്രദ്ധിക്കാം. അല്ലമ്മേ, ഞങ്ങൾക്കൊരു കുഞ്ഞ് പിറന്ന ഈ സ്വത്തുക്കളെല്ലാം ആ കുഞ്ഞിനല്ലേ? അപ്പോ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാവില്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ അമ്മേ? ശരിയാണ്. പക്ഷേ അപ്പോഴാണ് പ്രഭാവതിയുടെ ശരിക്കുള്ള നാടകം അരങ്ങേറാൻ പോകുന്നത്. മനസ്സിലായില്ല. അന്നേരം പ്രഭാവതിയമ്മ എന്ത് ചെയ്യുന്ന ദേവമ്മ ഉദ്ദേശിക്കുന്നേ? മോളെ, നിനക്കും വിശാലിനുമായി ഒരു കുഞ്ഞ് പിറക്കാൻ പ്രഭാവതി സമ്മതിക്കില്ല. നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാതിരിക്കാൻ വേണ്ടിയുള്ള സകല ദുഷ്പ്രവൃത്തികളും അവൾ ചെയ്യും. ഇനി ആ കടമ്പയും കടന്ന് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാൽ അവൾ ആ കുഞ്ഞിനെ ഏത് സമയത്തും അപായപ്പെടുത്താൻ ശ്രമിക്കും. അവളുടെ കരാള ഹസ്തങ്ങളിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ എങ്ങനെയും രക്ഷപ്പെടുത്തണം. ആ ചിന്ത എന്നെ അസ്വസ്ഥപ്പെടുത്തുകയാണ് മോളെ. അമ്മ അത് ചിന്തിച്ച് പ്രയാസപ്പെടണ്ട. അമ്മയുടെ സഹായവും ഉദയന്നൂരമ്മയുടെ അനുഗ്രഹവും ഉള്ളിടത്തോളം കാലം പ്രഭാവതി അമ്മയ്ക്ക് ഞങ്ങൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ അപായപ്പെടുത്താൻ ഒരിക്കലും സാധിക്കില്ല. ആ ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. എന്തു തന്നെ ആയാലും അമ്മയുടെ സ്വത്തുക്കൾ ഞാൻ പ്രഭാവതി അമ്മയ്ക്ക് വിട്ടുകൊടുക്കില്ല അമ്മ. ഉദയന്നൂരമ്മ നിന്നെ അനുഗ്രഹിക്കട്ടെ മോളെ. അതിന് ഇനി ഒരു മത്സരം ഉണ്ടായാലും സാരമില്ല. ഈ വീട്ടിൽ പിറക്കാൻ പോകുന്ന ആദ്യത്തെ കുഞ്ഞ് എൻ്റെ തന്നെ ആയിരിക്കും. പിന്നെ എന്തർത്ഥത്തിലാ അങ്ങനെ വെല്ലുവിളിച്ചത്? നിയമപ്രകാരം ഞാൻ വിനയുടെ ഭാര്യ. എന്നിൽ വിനയ്ക്കൊരു കുട്ടി ഉണ്ടായാലല്ലേ ആ കുട്ടി സ്വത്തിന്റെ അവകാശിയായി മാറുള്ളൂ. എനിക്ക് പകരം ഇനി റിയല് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന കാര്യമാണോ അവൻ പറഞ്ഞത്? അങ്ങനെ ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിന് സ്വത്തിന്റെ അവകാശം കിട്ടില്ലല്ലോ. പിന്നെന്തിനാ വിനയ് അങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയത്? ഇവൾ എന്താ ഈ ആലോചിച്ചു കൂട്ടുന്നത്? ഗാർഗി, നീ എന്താ ഈ ആലോചിക്കുന്നേ? വിനയ് പറഞ്ഞിട്ട് പോയ കാര്യത്തെക്കുറിച്ച് ഓർത്താണോ? ഏതായാലും അവൻ ഉദ്ദേശിച്ചതേ നിനക്കും അവനുമായി ജനിക്കുന്ന കുഞ്ഞിനെ കുറിച്ചല്ല. പരസ്പരം യാതൊരു ബന്ധവും ഇല്ലാതെ കാലങ്ങളോളം അകന്നു കഴിഞ്ഞിരുന്നവൻ ഇനി നീയുമായിട്ട്
ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുമെന്നാണോ? ഒരിക്കലുമില്ല മോളെ. അതും പ്രതീക്ഷിച്ചിരുന്ന നീ വെറുതെ മണ്ടിയാവുകയുള്ളൂ. അവന് വേറെ എവിടെയോ ഒരു കുഞ്ഞുണ്ട്. അത് ഉദ്ദേശിച്ചായിരിക്കും ആദ്യത്തെ കുഞ്ഞ് തൻ്റെതായിരിക്കും എന്ന് അവൻ പറഞ്ഞത്. നടക്കു സാറേ. എ- എന്താ പല്ലവി, എന്താ കാര്യം, എന്താന്ന് പറ. സാറേ, അത് പറയാനുള്ളതല്ല, ഞാൻ കാണിച്ചു തരാം. എന്തത്? ഇതൊക്കെ സാറിന് കഴിക്കാനുള്ളതാ, മുടങ്ങാതെ കഴിച്ചോണം. പല്ലവി, നിനക്ക് എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല, സാറിനും കുഴപ്പമൊന്നുമില്ലെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ഇത് കഴിച്ചാൽ മാത്രമേ നമുക്ക് എത്രയും പെട്ടെന്ന് ആരോഗ്യകരമായ ഒരു കുഞ്ഞുണ്ടാവൂ. പല്ലവി, നിനക്ക് മനസാക്ഷി എന്നൊന്നില്ലേ? മനസ്സിലായില്ല. അല്ല വിപിൻ സാർ എന്താ അങ്ങനെ പറഞ്ഞത്? പല്ലവി, വിശാലേട്ടനാണ് ഇവിടുത്തെ എല്ലാ സ്വത്തുക്കളുടെ അവകാശി. ആദ്യം കുഞ്ഞ് ജനിക്കേണ്ടത് അവർക്കാ. അങ്ങനെയല്ലല്ലോ നിബന്ധന. ഇവിടുത്തെ ആൺമക്കളിൽ ആർക്കാണോ ആദ്യം കുഞ്ഞുണ്ടാവുന്നത് അവർക്കാണ് സ്വത്തിന്റെ അവകാശം എന്നല്ലേ പറഞ്ഞിരുന്നത്? വിശാലേട്ടനാണ് സ്വത്തിന്റെ അവകാശിയെങ്കിൽ പിന്നെ എല്ലാം വിശാലേട്ടന്റെ പേരിൽ എഴുതി കൊടുത്താ പോരെ? ഇങ്ങനൊരു മത്സര നടപടിയൊക്കെ വേണോ? പല്ലവി, നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. വിശാലേട്ടനാണ് ആദ്യം കുഞ്ഞുണ്ടാവേണ്ടത്. അതാണ് എന്റെ തീരുമാനം. അത് കഴിഞ്ഞ് മതി നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്ത. അത് പറ്റില്ല. ആദ്യത്തെ കുഞ്ഞ് നമുക്ക് തന്നെയായിരിക്കണം. ആ കുഞ്ഞ് തന്നെയായിരിക്കണം ഈ സ്വത്തുക്കളുടെ അവകാശി. സ്വത്ത് സ്വത്ത് സ്വത്ത്, അത് മാത്രമേ ഉള്ളൂ നിന്റെ ചിന്ത അല്ലേ? ആദ്യം അത് അവസാനിപ്പിക്കുക. വിശാലേട്ടന് സ്വത്തുക്കൾ കിട്ടിയാൽ അതിന്റെ ഗുണം നമുക്കും ഉണ്ടാവും. അത് നീ ആദ്യം മനസ്സിലാക്ക്. അങ്ങനെ ആരുടെ ഔദാര്യം ഒന്നും എനിക്ക് വേണ്ട. കിട്ടുന്നെങ്കിൽ മുഴുവനായിട്ട് കിട്ടണം. പല്ലവി, സത്യം പറഞ്ഞ എനിക്കോ നിനക്കോ എന്റെ ചേട്ടനോ ഗാർഗിക്കോ ഒന്നും തന്നെ സ്വത്തിൽ അവകാശമില്ല. അതാർക്ക് വീതം വെക്കണമെന്നോ ആ വിഹിതം വെപ്പിന് വേണ്ടി ഒരു മത്സരം നടത്തണമെന്നോ ഇല്ല. അപ്പോ അതൊക്കെ മറന്ന് സ്വന്തം സ്വത്തുക്കൾ നമുക്ക് കൂടി ഷെയർ ചെയ്യാൻ തയ്യാറായ വിശാലേട്ടനെ നമ്മൾ മനസ്സിലാക്കണ്ടേ? അതുകൊണ്ടാണ് വിശാലേട്ടൻ അവകാശപ്പെട്ടതൊന്നും ഞാൻ ആഗ്രഹിക്കാത്തത്. നീയും അതുപോലെ തന്നെ ആയിരിക്കണം. അയ്യടാ, അതിന് വേറെ ആളെ നോക്കണം. പല്ലവി അതിന് കിട്ടില്ല. സ്വത്തുക്കൾ നമുക്ക് തന്നെ വേണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനായി നമ്മൾ പരിശ്രമിച്ചേ മതിയാകൂ. അല്ലാതെ ഇതൊന്നും വേണ്ടാന്ന് വെച്ചിരുന്ന ഒടുവിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. എന്ത് ദുഃഖം? ഒരു ദുഃഖം ഉണ്ടാവില്ല. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് ഉടനെ ഒരു കുഞ്ഞിനെ വേണം. ദേ, മര്യാദയ്ക്ക് അതൊക്കെ എടുത്ത് കഴിച്ചേ. എനിക്കതൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഇത് കഴിക്കണം, കഴിച്ചേ തീരൂ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? വേണം, ഇത് കഴിക്കണം. നീ എന്നെ ഭ്രാന്ത് കുടിപ്പിക്കും. പാർവതി, മോളെ, നീ ആകെ വീർത്തൊഴുകുകയാണല്ലോ. ഈ വീട്ടുകാർക്ക് വേണ്ടി ഇങ്ങനെ കയ്യും മെയ്യും നോക്കാതെ പണിയെടുത്താ നീ വല്ലാതെ തളർന്ന് കിടപ്പിലാവും കുട്ടി. മോളെ, ഇടയ്ക്ക് നിനക്ക് കുറച്ച് വിശ്രമമൊക്കെ വേണ്ടേ? അതൊന്നും സാരമില്ല. അത് പറഞ്ഞാലൊന്നും പറ്റില്ല. മോളെ, ദേ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ദേ,
അതൊക്കെ പറയാം. അതിനു മുമ്പ് ദേ ഈ മുല്ലപ്പൂ ഒന്ന് ചൂടിക്കേ. അല്ല, എന്തിനാ ഇപ്പൊ ഈ മുല്ലപ്പൂവ്? എന്റെ ഒരു സന്തോഷത്തിന്. നോക്കട്ടെ. ആഹാ, ഇപ്പൊ നീ ശരിക്കും ഒരു മഹാറാണിയെ പോലെയുണ്ട്. അല്ല, ഇപ്പോ എന്താ ഇങ്ങനൊരു അഭിനയം? എന്റെ മോളെ, നീയും വിശാലും ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായില്ലേ, സ്വാഭാവികമായിട്ടും കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കും. അതെനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. അതെന്താ നടക്കാത്ത? അല്ല, അതിനു മുൻപ് നിന്നെ ഞാൻ സുമംഗലിയായിട്ട് തന്നെ മുകളിലേക്ക് അയക്കാൻ പോവല്ലേ. എന്റെ പാർവതി, എത്രയും പെട്ടെന്ന് തന്നെ അത് ഞാൻ നടത്തും. പ്രഭാവതി അമ്മ, ഞാൻ സുമംഗലിയായി തന്നെ മരിക്കും. പക്ഷേ അത് ഇപ്പോഴൊന്നുമല്ല. ഓ, നിങ്ങൾ കരുതുന്ന പോലെ പെട്ടെന്ന് എന്നെ അങ്ങ് മുകളിലേക്ക് അയക്കാനും സാധിക്കില്ല. എനിക്കും വിശാൽ സാറിനും കൂടി മിടുക്കന്മാരായ കുട്ടികളൊക്കെ ജനിച്ച് അവർക്കും കുട്ടികളായി ആ പേരക്കുട്ടികളെയൊക്കെ താലോലിച്ച് സന്തോഷത്തോടെ കുറെ കാലം ജീവിച്ച് ആഘോഷമായി ഷഷ്ടിപൂർത്തിയൊക്കെ നടത്തി എനിക്കും വിശാൽ സാറിനും 100 വയസ്സ് കഴിഞ്ഞു. അതിനുശേഷം മാത്രമേ ഞാൻ സുമംഗലിയായി മരിക്കൂ. പക്ഷേ അതിനുള്ളിൽ നിങ്ങൾ എന്റെ ഉയർച്ചയും വിജയവും ഒക്കെ കണ്ട് നീറി ചാകും. എന്റെ പൊന്നു പ്രഭാവതിയമ്മ, ആദ്യം ഈ ദുഷിച്ച ചിന്തയൊക്കെ മാറ്റിവെച്ച് വല്ല ഭാഗവതോ രാമായണോ ഒക്കെ വായിച്ച് കാലം കഴിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നും ചിന്തിച്ച് നിങ്ങൾ ഇരുന്ന ഇരിപ്പിൽ തട്ടിപ്പോവും. ഇനി എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളൊരു 10 മാസം കൂടി ജീവിച്ചിരിക്കണമെന്നാ എന്റെ പ്രാർത്ഥന. 10 മാസം കഴിയുമ്പോൾ ഇവിടെ ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കും. ആ കുഞ്ഞിന്റെ മുഖം കണ്ടിട്ട് നിങ്ങൾ ചത്താ മതി. നീ എവിടെ നിന്നോ മഞ്ഞു കയറി വന്ന ഒരു പട്ടിക്കാട്ട് പെണ്ണ. പഠിപ്പ് വിവരം ഇല്ലാത്തവള്. അങ്ങനെയുള്ള നീ തരുന്ന ദാനൊന്നും സ്വീകരിക്കേണ്ട ഗതികേട് എനിക്കില്ല. റാ. വിശ്വാസൻ, സാറ് അമ്മയോട് എന്തോ പ്രാർത്ഥിക്കുമായിരുന്നെന്ന് തോന്നുന്നു. സാർ എന്താ അമ്മയോട് പ്രാർത്ഥിച്ചേ? അത് എത്രയും വേഗം നമുക്കൊരു കുഞ്ഞുണ്ടാവണമെന്നാണ് പ്രാർത്ഥിച്ചത്. ആഹാ, കൊള്ളാല. ഇനി താനും പ്രാർത്ഥിച്ചു. ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ വേണ്ടതെന്ന് അമ്മയോട് പറഞ്ഞോ? അത് നമ്മൾ നേരത്തെ തീരുമാനിച്ചതല്ലേ സർ? സാറിൻ്റെ ആഗ്രഹം പോലെ തന്നെ എനിക്കും ദേവമ്മ നമ്മുടെ മകളായി ജനിക്കണം തന്നെ ആഗ്രഹം. ആ കുട്ടി എന്നെ അമ്മയെന്ന് വിളിക്കണം, സാറിനെ അച്ഛാന്നും വിളിക്കണം. അമ്മയാണ് കൂടെ ഉള്ളത് എന്ന് കരുതി സാറ് സന്തോഷിക്കണം. ഞാനിത് അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മ നമ്മുടെ കുഞ്ഞായിട്ട് ജനിക്കുന്നത് ആലോചിക്കുമ്പോൾ ആ കുഞ്ഞ് എത്രയും പെട്ടെന്ന് ജനിക്കാൻ എനിക്ക് കൊതിയാവുക. ഉദയനരമ്മ നമ്മളെ അതിനെ അനുഗ്രഹിക്കും വിശ്വാസം. അമ്മ നമ്മുടെ മകളായി ജനിക്കുമ്പോൾ
അമ്മയിൽ നിന്ന് എനിക്ക് നഷ്ടമായ സ്നേഹം മുഴുവൻ ഞാൻ ആ കുഞ്ഞിന് കൊടുക്കും. ഈ ജന്മം മുഴുവൻ സാറിന് ആ കുഞ്ഞിനെ അമ്മയെ പോലെ കണ്ട് സ്നേഹിക്കാലോ. നമ്മുടെ ഈ ആഗ്രഹം സാധിക്കൂ പാർവതി? സാറിനെ സ്നേഹിച്ച് കൊതി തീരാതെയാ ദൈവമ്മ സാറിനെ വിട്ടുപോയത്. അതുകൊണ്ട് ഈ വിഷമങ്ങൾ ഈശ്വരന്മാര് കാണും. അവര് ദൈവമ്മയെ നമ്മുടെ മകളായി തന്നെ പുനർജനിപ്പിക്കും. അഴിച്ചു വിടണമെങ്കിൽ നീ എനിക്ക് 10 ഉമ്മ തരണം. പത്തുമ്മയല്ല, 1 കോടി ഉമ്മ ഞാൻ തരും. ശരി, തൽക്കാലം നീ 10 ഉമ്മ താ. ഉമ്മ 1 ഉമ്മ 2 ഉമ്മ 3